നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധം. ഡോക്ടർമാർ മിന്നൽ പണിമുടക്ക് നടത്തി. ബിജെപിയുടെ വിമോചനയാത്രയ്ക്ക് ഒരുങ്ങി കാസർഗോഡ്. യാത്രയിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിയും. നീലേശ്വരം ഇടത്തോട് റോഡിന്റെ ഒന്നാംഘട്ട പ്രവൃത്തി തുടങ്ങി. മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർ ഗവൺമെന്റ് ITIയുടെ കെട്ടിട നിർമ്മാണം തുടങ്ങി. ശിലാസ്ഥാപനം നടന്നു. അസഹിഷ്ണുതയ്ക്കെതിരെ കാഞ്ഞങ്ങാട് സാംസ്കാരിക സദസ്സ്. അതിഞ്ഞാലിൽ ഇനി ശുദ്ധജലം മുടങ്ങില്ല. പദ്ധതിയൊരുക്കി കോയാപ്പള്ളി യൂത്ത് കൾച്ചറൽ സെന്റർ. ഏച്ചിക്കാനം നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന് തുടക്കം. ഭക്തിയുടെ നിറവിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധം. ഡോക്ടർമാരുടെ മിന്നൽ പണിമുടക്ക്. ഗൈനക്കോളജിസ്റ്റ് നെൽസമ്മയെയാണ് ആക്രമിച്ചത്. ജില്ലാ ആശുപത്രിയുടെ പരിമിതികൾ മനസ്സിലാക്കുക. ചെമ്മട്ടമ്പയിൽ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നെൽസമ്മയുടെ ക്ലിനിക്കിലാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘം അക്രമം നടത്തിയത്. ക്ലിനിക്കിൽ നടത്തിയ അക്രമത്തെ ചൊല്ലിയാണ് KGMയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലെത്തിയ 4-അംഗ സംഘം കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റും അടിച്ചു തകർക്കുകയായിരുന്നു. ഡോക്ടർ നെൽസമ്മയുടെ പരാതിയിൽ പനയാൽ സ്വദേശി മണികണ്ഠൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പിടികൂടിയില്ലെന്നാരോപിച്ചാണ് ഡോക്ടർമാർ മിന്നൽ പണിമുടക്കിൽ ഏർപ്പെട്ടത്. പക്ഷേ വേറെ ഒരു ആശുപത്രിയിൽ പോവുകയും രോഗി പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടിക്കും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവിടെ ചിലവ് വന്നു. അവർ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയി. ഞങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത പേഷ്യൻറ്റിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയും അവിടെ വന്ന ചിലവായിരിക്കാം ഈ അക്രമത്തിന് കാരണം. അവർ വന്ന് തനിയെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ വീട്ടിൽ ചെല്ലുകയും വാതിലടച്ച് ഡോക്ടറെ നന്നായി അസഭ്യം പറയുകയും അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം അടിച്ചു പൊളിക്കുകയും ഡോക്ടറെ വധിക്കുമെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുകയും അവിടെ പുറത്തു വന്ന് ഡോക്ടറുടെ വീടും കാറും ആക്രമിച്ച് പൊളിക്കുകയും ചെയ്തു. മണികണ്ഠന്റെ ഭാര്യ ലതയെ പ്രസവ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്രമം നടത്തിയ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് KGMയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്ര കാസർഗോഡ് ഉപ്പളയിൽ നിന്നും ആരംഭിക്കും. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെബ്രുവരി 10 യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. എല്ലാവർക്കും അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, തുല്യനീതി എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വിമോചനയാത്ര നടത്തുന്നത്. സിനിമാ താരം സുരേഷ് ഗോപിയാണ് വിമോചന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ, MP നളിൻ കുമാർ കട്ടീൽ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും. ജാഥ പൊതുജനങ്ങളിൽ നിന്നും ഓരോ മണ്ഡലങ്ങളിലെ പ്രമുഖരിൽ നിന്നും വികസന കാഴ്ചപ്പാടുകൾ ശേഖരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. BJP അഖിലേന്ത്യാ സെക്രട്ടറി H. രാജ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NCP ഉണർത്തുയാത്രയ്ക്ക് ജനുവരി 20 തുടക്കമാകും. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ ഉണരൂ കേരളമേ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര നടത്തുന്നത്. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ നയിക്കുന്ന ഉണർത്തുയാത്ര ജനുവരി 20 കാസർഗോഡ് നിന്നും ആരംഭിക്കും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ PB ഗ്രൗണ്ടിലാണ് ജാഥയുടെ ഉദ്ഘാടനം നടക്കുന്നത്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ യാത്ര ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ ഇടതുമുന്നണി നേതാക്കൾ പങ്കെടുക്കും. കാലിക്കടവിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂരിലേക്ക് പ്രവേശിക്കും. യാത്ര ഫെബ്രുവരി 5 തിരുവനന്തപുരത്ത് സമാപിക്കും. നീലേശ്വരം ഇടത്തോട് റോഡിന്റെ ഒന്നാംഘട്ട പുനരുദ്ധാരണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന നീലേശ്വരം ഇടത്തോട് റോഡിന്റെ ഒന്നാംഘട്ട പ്രവൃത്തി ഉദ്ഘാടനമാണ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചത്. അതിൽ നിന്ന് മാറി 3 വർഷം മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന, അതേപോലെ തന്നെ 3 വർഷം മുതൽ 5 വർഷം വരെ ഗ്യാരണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. ഈ റോഡുകൾക്കൊക്കെ ഗ്യാരണ്ടി നിർബന്ധമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്
ഈ ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ എന്തെങ്കിലും റോഡ് സംഭവിച്ചാൽ അത് നന്നാക്കാനുള്ള ബാധ്യത ഈ കരാറുകാരനാണ്. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, MC ഖമറുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ C കുഞ്ഞിക്കണ്ണൻ, M രാധാമണി, PV തങ്കമണി, ചീഫ് എഞ്ചിനീയർ PK സതീശൻ, KV ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ ഗവൺമെന്റ് ITIയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. 3,10,00,000 ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം നടക്കുന്നത്. ഉദുമ നിയോജക മണ്ഡലത്തിൽ പുല്ലൂരിൽ അനുവദിച്ച ഗവൺമെന്റ് ITIക്ക് കെട്ടിട നിർമ്മാണം തുടങ്ങി. 3,10,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. P കരുണാകരൻ MP കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വികസന രംഗത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എടുത്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദുമ മണ്ഡലത്തെ സംബന്ധിച്ച് തന്നെ നമ്മുടെ ജില്ലയ്ക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മുൻ MLA ശ്രീ KV കുഞ്ഞിരാമനായ ഇപ്പോഴത്തെ MLA ശ്രീ K കുഞ്ഞിരാമൻ നേരത്തെ തുടങ്ങി വെച്ച പ്രവർത്തികൾ പൂർത്തിയാക്കുക, പുതിയ ഒട്ടേറെ പദ്ധതിക്ക് രൂപം നൽകുക, അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നല്ല വിജയം നമ്മുടെ MLAക്ക് നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് യാതൊരു തെറ്റുകൊണ്ടും എനിക്ക് തോന്നുന്നു. ഉദുമ MLA K കുഞ്ഞിരാമൻ അധ്യക്ഷനായി. വ്യാവസായിക പരിശീലന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ B ജസ്റ്റിൻ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P നാരായണൻ, വാർഡംഗം K ബിന്ദു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M സജിത്ത്, TV കരിയൻ MV നാരായണൻ, A ദാമോദരൻ, കുഞ്ഞിരാമൻ ബാരാമ്പളപ്പിൽ, CK അരവിന്ദാക്ഷൻ, PK രവീന്ദ്രൻ, ഹെഡ്മാസ്റ്റർ V ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ സ്വാഗതവും പ്രിൻസിപ്പാൾ PK ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. അസഹിഷ്ണുതയ്ക്കെതിരെ സാംസ്കാരിക സദസ്സ് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. മുച്ചിലോട്ട് GLP സ്കൂൾ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെയും കിഴക്കങ്കര ശാന്തികലാ മന്ദിരത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ NP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കണ്ടുപിടിച്ച സമയത്ത് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കേരളീയനായിട്ടുള്ള ഇദ്ദേഹം, ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഇദ്ദേഹം, നടരാജ ഗുരുവിന്റെ അച്ഛനായിട്ടുള്ള ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിനകത്തുള്ള ഇന്നത്തെ ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വിവേകാനന്ദനോട് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് വിവേകാനന്ദൻ അന്ന് പറഞ്ഞു കൊടുത്തു. ആരാണ് വിവേകാനന്ദൻ എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കണം. നാം ഈ കാണുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യനല്ല അദ്ദേഹം, വേദാന്തം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സിദ്ധാന്തം അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം ചെറിയ പ്രായത്തിനകത്ത് മരിച്ചുപോയി. അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ നില മാറുമായിരുന്നു. MV രാഘവൻ അധ്യക്ഷനായി. S ഗോപാലകൃഷ്ണൻ, വിശ്വനാഥൻ, V നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് PWD റെസ്റ്റ് ഹൌസിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. റെസ്റ്റ് ഹൌസിന് ഒരു ബ്ലോക്ക് കൂടി അനുവദിക്കുമെന്ന് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. പ്രദമാക്കുന്നതിനുള്ള നിരവധി നടപടികൾ സ്വീകരിച്ചു. അതിലൊന്ന് കഴിയുന്നത്ര PWD റെസ്റ്റ് ഹൗസുകളുടെയും കാറ്ററിങ്ങും ഹൗസ് കീപ്പിങ്ങും അവിടുത്തെ പ്രാദേശികമായ പരിസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബശ്രീകളെ ഏൽപ്പിക്കുന്ന കാര്യമാണ് ഒരു തീരുമാനം. ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്നി MLA അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് PWD റെസ്റ്റ് ഹൌസിന് ഒരു ബ്ലോക്ക് കൂടി അനുവദിക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MLAമാരായ PB അബ്ദുറസാഖ്, E ചന്ദ്രശേഖരൻ, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി ചായഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. എന്നെ നെല്ലിക്കുന്ന MLA ആണ് ഉദ്ഘാടകൻ. ചൊവ്വാഴ്ചയായിരുന്നു പരിപാടി. നമ്മുടെ ജില്ലയിലെ എല്ലാ പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്തമാണ് ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷേ ഇത് കാസർഗോഡ് നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് കാസർഗോഡ് നഗരസഭ
ഇക്കാലം അത്രയും ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ എൻ്റെ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ച് ഇവിടെ നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ നിർവഹിക്കാൻ കഴിഞ്ഞു. VHSC വിഭാഗത്തിന് വേണ്ടി MLA ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ LA മഹമ്മൂദ് ആജി, TE അബ്ദുള്ള, A അബ്ദുറഹ്മാൻ, മിസ്രിയ ഹമീദ്, A നൈമുന്നിസ, P രമേശ്, അരുൺകുമാർ ഷെട്ടി, E വേണുഗോപാലൻ, PV പ്രസീദ, അബ്ബാസ് ബീഗം, K വിശാലാക്ഷി, M പുരുഷോത്തമഭട്ട് എന്നിവർ സംസാരിച്ചു. നഗരവികസനത്തിന് കക്ഷിരാഷ്ട്രീയം മറക്കണമെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ. മികച്ച കൗൺസിലർമാർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം ഏർപ്പെടുത്തുമെന്നും നഗരസഭാ ചെയർമാൻ. നഗരവികസനത്തിന് കക്ഷിരാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. എല്ലാം രാഷ്ട്രീയ കണ്ണിലൂടെ കാണുന്ന സ്ഥിതി മാറണം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 42 കൗൺസിലർമാർക്കും ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കും കാഞ്ഞങ്ങാട് നഗരവികസന സമിതി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രവർത്തനം നടത്തുന്ന വാർഡ് കൗൺസിലർമാർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 25 വർഷത്തെ വികസന ലക്ഷ്യമാക്കിയുള്ള കർമ്മപദ്ധതികൾക്ക് നഗരസഭ രൂപം നൽകും. മാലിന്യമുക്ത നഗരമായി കാഞ്ഞങ്ങാടിനെ മാറ്റുന്നതിനായിരിക്കും മുന്തിയ പരിഗണന നൽകുന്നതെന്നും VV രമേശൻ പറഞ്ഞു. കാഞ്ഞങ്ങാടിനെ തിമിരരോഗമുക്ത നഗരമാക്കി മാറ്റാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. നഗരവികസന കർമ്മസമിതി തയ്യാറാക്കിയ സമഗ്ര വികസന കരട് റിപ്പോർട്ട് ചെയർമാൻ P അപ്പുക്കുട്ടൻ നഗരസഭാ ചെയർമാൻ സമർപ്പിച്ചു. കർമ്മസമിതി ജനറൽ കൺവീനർ C യൂസഫ് ഹാജി അധ്യക്ഷനായി. മടിക്കൈ കമ്മാരൻ, AK നാരായണൻ, അഡ്വക്കേറ്റ് MC ജോസ്, AV രാമകൃഷ്ണൻ, C മുഹമ്മദ് കുഞ്ഞി, A ദാമോദരൻ, V സുകുമാരൻ, K വേണുഗോപാലൻ നമ്പ്യാർ, V ഗോപി, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത്, T മുഹമ്മദ് അസ്ലം, CA പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ചെമ്മട്ടംവയൽ അംഗൻവാടിയിലെത്തിച്ച അമൃതം പൊടിയിൽ നിന്നും ചത്ത പ്രാണിയെ കണ്ടെത്തി. അമൃതം പൊടി കഴിച്ച കുഞ്ഞിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതായി പരാതി. കഴിഞ്ഞ ദിവസം ചെമ്മട്ടംവയലിലെ അംഗൻവാടിയിൽ നിന്നും ലഭിച്ച അമൃതം പൊടിയിൽ നിന്നും ചത്തുകിടക്കുന്ന പ്രാണികളെ കിട്ടിയതായാണ് പരാതി. അമൃതം പൊടി കഴിച്ച് കുഞ്ഞിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും കുട്ടിയുടെ പിതാവ് അശോകൻ പരാതിപ്പെട്ടു. അംഗൻവാടിയിൽ നിന്നും അവർ ടീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇങ്ങനെ കുട്ടികളുടെ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അമൃതം പൊടി എന്ന പൊടി വാങ്ങിക്കൊടുക്കണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളവിടെ ചെമ്മട്ടംവയലിൽ നിന്ന് വാങ്ങിക്കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങി അത് തീർന്നിട്ടാണ് വാങ്ങി. അപ്പോൾ അത് കൂടാതെ ഞാൻ കുറുക്ക് മറ്റുള്ള ഇതൊക്കെ സാധനം ഞാൻ കുഞ്ഞിക്ക് കുറുക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിപ്പോൾ ഈ പൊടി കൊടുത്ത് ഇപ്പോൾ കുഞ്ഞ് മോശമില്ലാത്ത പോലെ ഇങ്ങനെ വരുന്നുണ്ട് കാര്യങ്ങളിൽ. പക്ഷേ ഇപ്പോൾ ഈ മിനിയാന്ന് വാങ്ങിയ പൊടിയിൽ ഒരു വലിയൊരു പ്രാണി അതിൻ്റെ കൂടോട് കൂടിയിട്ട് ഇങ്ങനെ പ്രാണി ആ പൊടീൻ്റെ അകത്ത് ഉണ്ടായി. അപ്പോൾ 2-3 ദിവസം കുഞ്ഞ് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളും കാണിച്ചു. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പം തുള്ളി മരുന്ന് കൊടുക്കാൻ പോയ സമയത്ത് ജില്ലാശുപത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ ഇടയ്ക്ക് ഭയങ്കര ക്ഷീണം കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ നമ്മളെ സബ് കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം ഇത് വേണ്ട നടപടി എടുക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിലാണില്ല. കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അംഗൻവാടികളിൽ അമൃതം പൊടി വിതരണത്തിനെത്തിയിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പ്രത്യേക പദ്ധതി മുഖാന്തരമാണ് അമൃതം പൊടിയുടെ വിതരണം നടക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് നൽകുന്ന അമൃതം പൊടിയിൽ പ്രാണിയെ കണ്ടെത്താനിടയായ സാഹചര്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അശോകൻ സബ് കളക്ടർക്ക് പരാതി നൽകി. ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ സേവനത്തിന് ഹോമിയോ വകുപ്പ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും വിപുലമായി സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജനസമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗങ്ങളും ഒപ്പം പുതിയ രോഗങ്ങളും വെല്ലുവിളി ഉയർത്തുന്ന സന്ദർഭത്തിലാണ് ഹോമിയോപ്പതി വകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെല്ലിന്റെയും നീലേശ്വരം നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊയാമ്പുറത്ത് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. കൊയാമ്പുറം കൃഷ്ണപിള്ള സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി നഗരസഭാ ഉപാധ്യക്ഷ V ഗൗരി ഉദ്ഘാടനം ചെയ്തു. ഏറെ ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്നുള്ളതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി ചികിത്സ ഏറെ നല്ലതാണ്. ഹോമിയോ ആശുപത്രിക്കകത്ത് ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഇന്ന് രോഗം വരുന്നതിന് വേണ്ടി വലിയ കാലതാമസമൊന്നും വേണ്ട. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി മൂലമുണ്ടാകുന്ന പല പ്രയാസങ്ങൾ, മറ്റ് അവിചാരിതമായി നമ്മുടെ കുടുംബത്തിനകത്ത് കടന്നു വരുന്ന അത്യാഹിതങ്ങളും അപകടങ്ങളും
തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധവും നിയന്ത്രണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ പി രതീഷ് ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർ കെ പി പ്രീത, ഡോക്ടർ നാദിറ, നസീമയും എം സത്യൻ, കെ വി കുഞ്ഞികൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. പ്രദേശത്തെ നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. നാടൻ കലാ അക്കാദമി അവാർഡ് നേട്ടത്തിലൂടെ നാടിന്റെ അഭിമാനമായി മാറിയ പ്രതിഭകൾക്ക് മാണിയാട്ട് ഗ്രാമത്തിൽ അനുമോദനം. ഗുരുപൂജ അവാർഡ് നേതാവ് അപ്പുക്കുട്ടൻ പണിക്കർ, യുവപ്രതിഭാ പുരസ്കാര ജേതാവ് നന്ദൻ മാണക്കാടൻ എന്നിവരെയാണ് ആദരിച്ചത്. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല, കോറസ് മാണിയാട്ട് ലേബേഴ്സ് ക്ലബ്ബ്, കോറസ് കലാസമിതി, ഇൻഡസ് മാണിയാട്ട്, MFC എന്നിവ സംയുക്തമായി നടത്തിയ പരിപാടി സൈമൺ ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സംഗീതധാരയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ദുർബൽ സംഗീതം. ഈ ദുർബൽ സംഗീതം 28 വർഷമാണ് പഠിക്കുന്നത്. 28 വർഷം പിന്നീട് അതിന് കൂടെ ഇപ്പൊ വീട്ടിലുള്ള ഗുരുനാഥൻ അല്ലെങ്കിൽ കാരണവര് ആ കുട്ടിയെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്നത് കുട്ടിയെ അടിച്ചു പൊട്ടുമ്പോൾ ആ കൊടയും ശരീരവും ഉറപ്പിക്കുന്നതിന് വേണ്ടി മരുന്ന് അരച്ചു അങ്ങനെ അടിച്ചു പഠിപ്പിക്കുക. അതാണ് ഗുരുമുഖത്ത് നിന്ന്. അങ്ങനെ അടിച്ചു പഠിച്ച ഒരു സംഗീതത്തിന് ഒരു സംഗീത കോളേജിലും ഇന്ത്യയിൽ പഠിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ ഉഷാനങ്ങിയാൻ കൂത്തു പറയുന്നു. ഉഷാനങ്ങിയായിരിക്കും കലാമണ്ഡലത്തിലോ എങ്ങും പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്തും പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പറ്റില്ല. എന്നാലും ഫ്രാൻസിലെ ഏറ്റവും ഉന്നതമായ അക്കാദമിയിൽ പോയി ഉഷാനങ്ങിയായി പഠിപ്പിച്ചു. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഒരു അവസ്ഥയാണ്. ഭരണകൂടമാണ് ഇതെല്ലാം തീരുമാനിച്ചത്. MV കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. CM വിനയചന്ദ്രൻ, C പ്രദീപൻ, C സുരേശൻ, K സുരേഷ്, MV മഹേഷ്, TV ശോഭിത, TP നാരായണൻ, അപ്പുക്കുട്ടൻ പണിക്കർ, നന്ദൻ മണക്കാടൻ, M അശോകൻ എന്നിവർ സംസാരിച്ചു. രാധാകൃഷ്ണൻ അടുത്തിലയുടെ പാഠം 2 ഭാരതം എന്ന കുട്ടികളുടെ നാടക സമാഹാരം പ്രകാശനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കൗവൽ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് M ഗോപാലൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. നന്ദന ഏറ്റുവാങ്ങി. വിജ്ഞാനോത്സവം എന്നൊരു സങ്കല്പം എന്ന് പറയുന്നത് കുട്ടികളെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നൽകുന്ന രീതി എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് തന്നെ അറിവ് നേടുന്ന ഒരു പ്രക്രിയയായി മാറണം. അതിൽ കുട്ടികളുടെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട്. കുട്ടികൾ വെറുതെ ഉത്തരം കേൾക്കില്ല. കുട്ടികൾ അറിവ് നിർമ്മിക്കുന്ന ഒരു ഘടകം അതിലുണ്ട്. കുട്ടികളും അധ്യാപകരും സമൂഹവും ചേർന്നാണ് ഈ പ്രക്രിയ. അതാണ് ഞാൻ ഉത്സവം എന്ന് പറയുന്നത്. രക്ഷിതാക്കളും എല്ലാം ചേർന്ന ഉത്സവങ്ങളായിട്ടാണ് ശാസ്ത്രാഹിത്യ പരിഷത്ത് ഇതിനെ കണ്ടത്. PK രാജീവൻ അധ്യക്ഷനായി. രാധാകൃഷ്ണൻ അടുത്തില, പ്രദീപ് കൊടക്കാട്, E ഉഷ, പ്രമോദ് അടുത്തില, TV മാധവൻ, K രഞ്ജിത്ത്, K പ്രമീള, K രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിഞ്ഞാൽ കോയപ്പള്ളി യൂത്ത് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശുദ്ധജല പദ്ധതി ഉദ്ഘാടനം നടന്നു. KYCC ഓഫീസ് പരിസരത്താണ് പരിപാടി നടന്നത്. അതിഞ്ഞാൽ കോയാപ്പള്ളി യൂത്ത് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ കുടിവെള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായി ശുദ്ധജല വിതരണ പദ്ധതി ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ അതിഞ്ഞാൽ കോയപ്പള്ളി യൂത്ത് കൾച്ചറൽ സെന്ററിന്റെ ഏറ്റവും മഹത്തായ ഈ സദക്ക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കുടിവെള്ളം ഏറ്റവും അമൂല്യമാണ്. സാധാരണ കുടിവെള്ളത്തെക്കുറിച്ച് പറയാറുണ്ട്, ലോകത്ത് ഇനി 3ാമതൊരു ലോകമഹായുദ്ധമുണ്ടെങ്കിൽ അത് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. അത്രമാത്രം അതിപ്രധാനമാണ് കുടിവെള്ളം എന്ന ഇഷ്യൂ. ഒരുപാട് സാധാരണക്കാരനും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവനുമൊക്കെ കുടിവെള്ളം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ഏറെ നല്ല സെറ്റപ്പോടു കൂടി എല്ലാവർക്കും മാതൃകയായി ഈ റോഡ് വക്കത്ത് ഏറ്റവും യാത്രക്കാർക്കും
നടവഴിക്കാർക്കും വാഹനയാത്രക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ. KYCC പ്രസിഡന്റ് അഷറഫ് ഹന്ന അധ്യക്ഷനായി. മടിയൻ സത്യകഴകം കണ്ണച്ചം വീട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മടിയൻ സത്യകഴകം കണ്ണച്ചം വീട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മുളവന്നൂർ ഭഗവതി, അഞ്ചണങ്ങും ഭൂതം, രക്തജാതൻ, ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അന്നദാനവും നടന്നു. ഏച്ചിക്കാനം നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും എത്തി. ഏച്ചിക്കാനം നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ജനുവരി 18 മുതൽ 23 വരെ തീയതികളിലായാണ് കളിയാട്ടം നടക്കുന്നത്. ആലമ്പാടി പത്മനാഭൻ പട്ടേരിയുടെയും കീക്കാങ്കോട്ട് നാരായണ തന്ത്രികളുടെയും കാർമ്മികത്വത്തിലാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. കളിയാട്ടത്തിന്റെ ഭാഗമായി രക്തജാതൻ, പുലിയൂർ കണ്ണൻ, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. അന്നദാനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധം. ഡോക്ടർമാർ മിന്നൽ പണിമുടക്ക് നടത്തി. BJPയുടെ വിമോചനയാത്രയ്ക്ക് ഒരുങ്ങി കാസർഗോഡ്. യാത്രയിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിയും. നീലേശ്വരം ഇടത്തോട് റോഡിന്റെ 1ാം ഘട്ട പ്രവൃത്തി തുടങ്ങി. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർ ഗവൺമെന്റ് ITIയുടെ കെട്ടിട നിർമ്മാണം തുടങ്ങി. ശിലാസ്ഥാപനം നടന്നു. അസഹിഷ്ണുതയ്ക്കെതിരെ കാഞ്ഞങ്ങാട് സാംസ്കാരിക സദസ്സ്. അതിഞ്ഞാലിൽ ഇനി ശുദ്ധജലം മുടങ്ങില്ല. പദ്ധതിയൊരുക്കി കോയാപ്പള്ളി യൂത്ത് കൾച്ചറൽ സെന്റർ. ഏച്ചിക്കാനം നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന് തുടക്കം. ഭക്തിയുടെ നിറവിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.